ക്ഷേത്ര ദർശനം പൂർത്തിയായിട്ടുണ്ടോ അനീഷ്? അവിടെ നിന്ന് എപ്പോഴാണ് ഹെലികോപ്റ്റർ ഉയരുന്നത്? അതിനു മുമ്പ് നേരത്തെ അവിടുത്തെ ആളുകൾ പറഞ്ഞതുപോലെ, BJP-യുടെ പ്രവർത്തകർ പറഞ്ഞതുപോലെ അദ്ദേഹം ആളുകളെ കാണാനോ ഇല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം റോഡ് ഷോ പോലെയൊന്നും നടത്താനുള്ള സാധ്യതയില്ല. പക്ഷേ എങ്കിൽ പോലും അദ്ദേഹം കൈവീശാനുള്ള സാധ്യതയെങ്കിലും കാണുന്നുണ്ടോ? ആളുകൾ ഇത്രയധികം സമയം കാത്തു നിൽക്കുന്നത് കൊണ്ട് തന്നെ. തീർച്ചയായും ആളുകൾ ആകാംക്ഷാഭരിതരായി തന്നെ ഇപ്പോഴും നിൽക്കുകയാണ്. കാരണം ദർശനം കഴിഞ്ഞ് അദ്ദേഹം മടങ്ങും വഴി ഒരു മാത്ര ഒന്ന് കൈ ഉയർത്തി കാണിക്കുമോ അല്ലെങ്കിൽ തങ്ങളെ ഒന്ന് കാണാൻ തയ്യാറാകുമോ എന്ന ഒരു പ്രതീക്ഷ ഇപ്പോഴും ഉണ്ട്. നമുക്ക് ആളുകളോട് ചോദിക്കാം. അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞോ? വണ്ടിക്കുള്ളിലായതുകൊണ്ട് പറ്റില്ലായിരിക്കും. കാണുന്നുണ്ട്, വരുമ്പോഴും കാണാൻ പറ്റുമോ പ്രതീക്ഷ? എന്താ നിരാശയായോ? പോയപ്പോ കാണാൻ പറ്റാതെ? നിരാശയില്ല, ഇനി വരുമ്പോ കാണാലോ വെച്ചിട്ട് രാവിലെ മുതലൂടെ കാത്തു നിൽക്കല്ലേ? അതെ അതെ, കാണും. തിരിച്ചു വരുമ്പോ പ്രതീക്ഷ. വാഹനത്തിൽ നിന്നൊക്കെ ഇറങ്ങി കാണും. കാണിച്ചാൽ മതി. അതന്നെ പ്രതീക്ഷ. കാണണം. ക്ഷേത്രത്തിന് നിങ്ങൾ ഈ നാട്ടുകാരെ വരുന്നത് എപ്പോഴും ക്ഷേത്രം ലോക പ്രശസ്തമായി മാറി. അതെ, അതിനെങ്ങനെ കാണുന്നു നിങ്ങൾ ഈ നാട്ടുകാരെന്ന? സന്തോഷം, നല്ല അഭിമാനം തോന്നുന്നു. എങ്ങനെയാണ് അങ്ങോട്ട് പോയപ്പോ ആളുകൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ലല്ലോ ഇറങ്ങുന്നല്ലേ? ഇതിപ്പോ തിരിച്ചു വരുമ്പോഴേലും എല്ലാവരും പ്രതീക്ഷയോടുകൂടി വീണ്ടും കാത്തിരിക്കുകയാണ്. തിരിച്ചു വരുമ്പോഴെങ്കിലും ഇറങ്ങുമെന്ന് വിചാരിച്ചിട്ട് ഒന്ന് കണ്ടാൽ മതി എന്ന് വെച്ചിട്ടാണ് എല്ലാവരും എത്രയോ മണിക്കൂറുകളായി ആൾക്കാർ വന്ന് നിൽക്കുന്നു. അപ്പൊ അതിന്റെ ഒരു ഇതുണ്ട്. പക്ഷെ ഒരു റോഡ് ഷോ ഒന്നും അല്ല, അതാണ് ഒരു പ്രശ്നം. അതെ, ഇത് പേഴ്സണൽ ആയിട്ടുള്ള ഒരു അമ്പലത്തിൽ വന്നൊരു ദർശനം നടത്തുന്നതായതുകൊണ്ടായിരിക്കും ഇത് രാഷ്ട്രീയമായിട്ട് എടുക്കണ്ടെന്നുള്ള ലെവലിലായിരിക്കും ആൾ ഇറങ്ങാത്തത്, അദ്ദേഹം ഇറങ്ങാത്തത്. അത് ഞങ്ങളെ വീടിന്റെ അതിലെ പോയപ്പോ കൈകൊണ്ട് മാത്രമേ ഇങ്ങനെ കാണിച്ചുള്ളൂ. അപ്പൊ അമ്പലത്തിൽ കണ്ടിരുന്നു. അപ്പൊ അമ്പലത്തിന്റെ അവിടെ വരുമ്പോ കാണാൻ പറ്റുന്നുള്ള ലെവലിൽ ഇപ്പൊ ഇങ്ങോട്ട് വന്നു. വന്നപ്പോ പക്ഷെ നേരെ പോവാ ചെയ്തത്. വരുമ്പോ ചിലപ്പോ എന്തെങ്കിലും മാറ്റം ഉണ്ടാവും. പ്രതീക്ഷയോടുകൂടി നിൽക്കുന്നു. കാണണമെന്ന് ആഗ്രഹത്തോടുകൂടി തന്നെ വന്നതാണ്. അതെ അതെ, കാണണമെന്ന് ആഗ്രഹത്തോടുകൂടി വന്നു തന്നെയാണ്. കാറ് മാത്രം പോകുന്ന കാണാൻ പറ്റും. അതെ, തിരിച്ചു വരുമ്പോ കാണാൻ പറ്റുന്നുള്ള പ്രതീക്ഷ ഉണ്ട്. നോക്കാം എന്താന്നുള്ളത്. എങ്ങനെയാണ് ഈ ക്ഷേത്രത്തിനൊരു ഏത് രീതിയിലാണ് ഇത് കേൾക്കാറുണ്ട്? എന്തായാലും ആളുകളുടെ ഒരു പ്രതീക്ഷ പറഞ്ഞു. അവർ അദ്ദേഹത്തെ കാണണമെന്ന ആഗ്രഹത്തോടുകൂടി പുലർച്ചെ മുതൽ തന്നെ പലയിടങ്ങളിലായി എത്തി കാത്തു നിൽക്കുന്നവരാണ്. അവർക്ക് പ്രതീക്ഷയുണ്ട്, ഇപ്പോഴും തിരിച്ചു വരുമ്പോൾ ഒന്ന് കൈ ഉയർത്തി കാണിക്കും, തങ്ങളെ ഒന്ന് അഭിവാദ്യം ചെയ്ത് അദ്ദേഹം മടങ്ങുമെന്ന പ്രതീക്ഷ. പക്ഷേ അപ്പോഴും BJP പ്രവർത്തകർ പറയുന്നുണ്ട് ഇതൊരു രാഷ്ട്രീയ പരിപാടിയല്ല, അദ്ദേഹത്തിൻ്റെ സ്വകാര്യ സന്ദർശനമാണ്, റോഡ് ഷോ പോലുള്ള കാര്യങ്ങളൊന്നും നിശ്ചയിച്ചിട്ടില്ല, അതുകൊണ്ട് അദ്ദേഹം ഇറങ്ങി എന്ന് പറയാനേ കഴിയൂ. ഒരു ഉറപ്പ് ഇപ്പോഴും ആർക്കും പറയാൻ കഴിയില്ല എന്ന്. എന്തായാലും അല്പസമയത്തിനകം അദ്ദേഹത്തിൻ്റെ ക്ഷേത്ര സന്ദർശനം പൂർത്തിയാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം 11 മണിക്ക് ആണ് പാലക്കാട് ഹെലിപ്പാഡിൽ നിന്നും അദ്ദേഹം ഈ കൊച്ചിയിലേക്ക് യാത്ര പുറപ്പെടുന്നത്. ഹെലിപ്പാഡിലേക്ക് അല്പസമയത്തിനകം ഈ ക്ഷേത്രത്തിനുള്ളിലെ ചടങ്ങുകൾ പൂർത്തിയാക്കി മുന്നോട്ടും കഴിഞ്ഞാൽ അധികം വൈകാതെ അദ്ദേഹം അവിടെ നിന്നും പുറത്തേക്ക് പോരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ നിമിഷങ്ങൾക്കുള്ളിൽ അദ്ദേഹം ഈ ക്ഷേത്രത്തിൻ്റെ കവാടം നിൽക്കുന്ന ഭാഗത്ത്, ആളുകൾ തടിച്ചുകൂടി നിൽക്കുന്ന ഈ ഭാഗത്തേക്ക് എത്തുമെന്ന് നമുക്ക് കരുതാം. ശരി, അനീഷിലേക്ക് തിരിച്ചു വരാം. ഇന്നാണ് പ്രധാനമന്ത്രി 4000 കോടി രൂപയുടെ 3 വൻകിട വികസന പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കാൻ പോകുന്നത്. കൊച്ചി കപ്പൽശാലയിലെ പുതിയ ഡ്രൈഡോക്ക്, അന്താരാഷ്ട്ര കപ്പൽ അറ്റകുറ്റപ്പണിശാല, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, LPG ഇമ്പോർട്ട് ടെർമിനലും പ്രധാനമന്ത്രി രാജ്യത്തിന് ഇന്ന് സമർപ്പിക്കും. കൊച്ചി കപ്പൽശാലയിൽ 1799 കോടി രൂപ ചെലവിലാണ് പുതിയ ഡ്രൈഡോക്ക് നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത്. കുറഞ്ഞ പാരിസ്ഥിതികാഘാതം, ഉയർന്ന സുരക്ഷിതത്വം, മികച്ച പ്രവർത്തനക്ഷമത എന്നിവയാണ് ഡ്രൈഡോക്കിന്റെ പ്രത്യേകതകളായി എടുത്തു പറയുന്നത്. ആ പദ്ധതി പ്രധാനമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. അതിനു പുറമെ 970 കോടി രൂപ ചെലവഴിച്ച് രാജ്യാന്തര കപ്പൽ അറ്റകുറ്റപ്പണിശാല ഒരുക്കിയിട്ടുണ്ട്. വെല്ലിംഗ്ടൺ ഐലൻഡിലെ കൊച്ചിൻ പോർട്ട് അതോറിറ്റിയുടെ 42 ഏക്കർ ഭൂമിയിലാണ് ഇത് കേന്ദ്രം സജ്ജമാക്കിയിരിക്കുന്നത്. ഭൂമി പാട്ടത്തിനടുത്ത് അത്ര വലിയൊരു സജ്ജീകരണം അവിടെ നടത്തിയിരിക്കുന്നതും കൊച്ചിയെ ആഗോള കപ്പൽ റിപ്പയർ കേന്ദ്രമാക്കുകയെന്ന ലക്ഷ്യത്തോടെ ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കുകയാണ്. അതും ഇന്ന് പ്രധാനമന്ത്രി
ഉദ്ഘാടനം ചെയ്യും. തൃപ്രയാറിലെ ക്ഷേത്ര ദർശനത്തിന് ശേഷം അദ്ദേഹം നേരെ കൊച്ചിയിലേക്ക് എത്തും. 12 മണിയോടെ ഉദ്ഘാടന ചടങ്ങ് നടക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പുതുവായ്പയിലാണ് IOCയുടെ പുതിയ LPGയുടെ ഇമ്പോർട്ട് ടെർമിനൽ 1236 കോടി രൂപയ്ക്ക് സ്ഥാപിച്ചിട്ടുള്ളത്. ടെർമിനലിന് 15,400 മെട്രിക് ടൺ സംഭരണശേഷിയുള്ള ദക്ഷിണേന്ത്യയിലെ LPG ആവശ്യകത നിറവേറ്റാൻ ശേഷിയുള്ള വിധത്തിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. LPG വിതരണത്തിൽ പ്രതിവർഷം 150 കോടിയുടെ ചിലവ് കുറയ്ക്കാനും ഈ ടെർമിനൽ സഹായിക്കും എന്നൊക്കെയാണ് അറിയുന്നത്. ആ പദ്ധതിയും പ്രധാനമന്ത്രി ഇന്ന് രാജ്യത്തിനായി സമർപ്പിക്കും. ഇപ്പോൾ അദ്ദേഹം തൃപ്രയാറിലാണുള്ളത്. ക്ഷേത്ര ദർശനം നടത്തി അവിടുത്തെ പ്രധാന വഴിപാടായ മീനൂട്ടൽ ചടങ്ങും അവസാനിച്ചിരിക്കുന്നു. അല്പസമയത്തിനകം അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങും. അവിടെ നിരവധി BJPയുടെ പ്രവർത്തകർ അദ്ദേഹത്തെ കാത്ത് നിൽക്കുന്നുണ്ട്. നേരത്തെ അവിടെ നിന്ന് ആളുകൾ പ്രതികരിക്കുന്നത് നോക്കിയാൽ കൈവീശി കാണിച്ചാലെങ്കിലും മതി എന്നുള്ള തരത്തിൽ രാവിലെ മുതൽ വളരെ നേരത്തെ തന്നെ ആളുകൾ അവിടെ വന്ന് ഇദ്ദേഹത്തെ കാണാൻ വേണ്ടി നിൽക്കുകയാണ്. തൃപ്രയാറിനെ കുറിച്ച് ആണെങ്കിൽ തൃപ്രയാർ ഇന്നിപ്പോൾ മോദിയുടെ സന്ദർശനം കൊണ്ട് മാത്രം വലിയ മാറ്റം സംഭവിക്കാൻ പോകുന്ന കേരളത്തിലെ ഒരു ക്ഷേത്രമായി മാറുന്നു. നേരത്തെ തന്നെ വലിയ രീതിയിൽ അതിന്റെ ചരിത്രം കൊണ്ട് തന്നെ വളരെ പ്രസിദ്ധമായ ക്ഷേത്രമാണെങ്കിൽ പോലും ഇന്നു മുതൽ അതിന്റെ പ്രതിച്ഛായ മാറുകയാണ്. മറ്റൊരു തലത്തിലേക്ക് തൃപ്രയാർ ക്ഷേത്രം മാറുന്ന സംഭവം കൂടിയാണ് മോദിയുടെ വരവോടെ ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ദർശനം ഏതാണ്ട് പൂർത്തിയായി. 1 മണിക്കൂറായിരുന്നു ക്ഷേത്രത്തിൽ സമയം പറഞ്ഞിരുന്നത്. ഏതാണ്ട് തൃപ്രയാർ ക്ഷേത്രത്തിലെ പ്രധാനമന്ത്രിയുടെ സമയം പൂർത്തിയാകാറായിരിക്കുന്നു. അദ്ദേഹം അല്പസമയത്തിനകം ക്ഷേത്രത്തിനകത്തു നിന്ന് പുറത്തേക്ക് വരും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. MS അനീഷ് കുമാർ വീണ്ടും ചേരുന്നുണ്ട്. അനീഷ്, വലിയ താമസമില്ല, അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങാറായെന്ന് തോന്നുന്നു അല്ലേ? തീർച്ചയായും ക്ഷേത്രത്തിലെ ചടങ്ങുകളിലൊക്കെ അദ്ദേഹം പങ്കെടുത്ത ശേഷം അധികം വൈകാതെ പുറത്തേക്ക് ഇറങ്ങുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സമയക്രമം ഏതാണ്ട് പൂർത്തിയായി ആവുന്നതോട് അടുത്തിരിക്കുന്നു. ക്ഷേത്രത്തിനുള്ളിൽ പുഷ്പാഞ്ജലി അടക്കമുള്ള ചില വഴിപാടുകൾ കഴിക്കും. തന്ത്രിയുമായും മറ്റുമൊക്കെ ആശയവിനിമയം നടത്തും. അതിനുശേഷം ഈ മീനൂട്ട് ചടങ്ങിൽ പങ്കെടുക്കും എന്നും അറിയിച്ചിരുന്നു. എന്തായാലും ഈ ചടങ്ങുകളൊക്കെ ഏതാണ്ട് പൂർത്തിയായിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് അധികം വൈകാതെ അദ്ദേഹം പുറത്തേക്ക് എത്താനുള്ള സാധ്യതയാണുള്ളത്. കാരണം 11 മണിക്ക് വലപ്പാട് നിന്നും തിരിച്ച് കൊച്ചിയിലേക്ക് അദ്ദേഹത്തിന്റെ യാത്ര ആരംഭിക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഏതാണ്ട് 3-4 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ 4-5 മിനിറ്റ് കൊണ്ട് അദ്ദേഹത്തിന് തിരിച്ച് വലപ്പാട് ഹെലിപ്പാഡിലേക്ക് എത്താൻ കഴിയും. ഏകദേശം 2 കിലോമീറ്റർ മാത്രമാണ് വലപ്പാട് ഗ്രൗണ്ടിലേക്ക് ഉള്ള ദൂരം. അതുകൊണ്ട് വളരെ പെട്ടെന്ന് അവിടേക്ക് പോകാൻ പറ്റും. ഇനി ആകാംക്ഷയോടുകൂടി ആളുകൾ കാത്തിരിക്കുന്നത് അദ്ദേഹം തങ്ങളെ ഒന്ന് അഭിവാദ്യം ചെയ്യുമോ, അല്ലെങ്കിൽ കാറിന്റെ പുറത്തേക്കൊന്ന് ഇറങ്ങി തങ്ങളെ ഒന്ന് അഭിവാദ്യം ചെയ്യുമോ എന്നൊരു പ്രതീക്ഷ മാത്രമാണ്. പക്ഷേ അത് ഏത് തരത്തിൽ പ്രായോഗികമാണ് എന്നാണ് നമുക്ക് അറിയാൻ കഴിയാത്തത്. കാരണം ഇവിടെ നിന്നും ഈ വലപ്പാട് ജംഗ്ഷൻ വരെ നീളുന്ന ഏതാണ്ട് 1 കിലോമീറ്ററിനടുത്ത ദൂരം ഈ റോഡിന്റെ ഇരുവശത്തുമായി ആളുകൾ തിങ്ങി നിറഞ്ഞ് നിൽക്കുകയാണ്. ഈ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ആളുകളുടെ പുഷ്പവൃഷ്ടികൾക്കിടയിൽ കൂടെയാണ് അദ്ദേഹത്തിന്റെ വാഹനം അകത്തേക്ക് പോകുന്നത്. അദ്ദേഹത്തിന്റെ വാഹനം മാത്രമല്ല, അദ്ദേഹത്തിന്റെ അകമ്പടി സ്വീകരിക്കുന്ന എല്ലാ വാഹനങ്ങൾക്കും പുഷ്പാഭിഷേകം നടത്തിയാണ് ആളുകൾ അകത്തേക്ക് വിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തിരിച്ചു പോകുമ്പോൾ ഈ വലിയ ജനക്കൂട്ടത്തെ ഇവിടെ നിന്നും അങ്ങേയറ്റം വരെ അദ്ദേഹത്തിന് അഭിവാദ്യം ചെയ്യാൻ കഴിയുമോ, അല്ലെങ്കിൽ അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. പക്ഷേ ആളുകൾക്ക് അദ്ദേഹത്തെ ഒരു മാത്രമെങ്കിലും കാണാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷ ഇപ്പോഴുമുണ്ട്. കാരണം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നൊക്കെയായുള്ള ആളുകൾ, BJP പ്രവർത്തകരും നാട്ടുകാരായ ആളുകളുമൊക്കെ പുലർച്ചെ മുതൽ തന്നെ ഈ ക്ഷേത്രത്തിന് സമീപം എത്തുകയും റോഡിന്റെ ഇരുവശവും നിർമ്മിച്ചിരിക്കുന്ന ബാരിക്കേഡുകൾക്കുള്ളിൽ കാത്തു നിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത്. അവർക്ക് വാഹനത്തിൽ വളരെ വേഗത്തിൽ വാഹനവ്യൂഹം കടന്നു പോയപ്പോൾ അദ്ദേഹത്തിനെ കാണാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പലരും പറയുന്നു. അതുകൊണ്ട് ക്ഷേത്ര ദർശനം പൂർത്തിയാക്കി മടങ്ങുമ്പോൾ വലപ്പാടേക്കുള്ള യാത്രയിൽ ഒന്ന് കൈവീശിയെങ്കിലും കാണിച്ച് തങ്ങളുടെ പ്രധാനമന്ത്രി തങ്ങളെ അഭിവാദ്യം ചെയ്യുമെന്ന ഒരു പ്രതീക്ഷ നാട്ടുകാർക്കുണ്ട്. നേരത്തെ രാവിലെ ഈ ഹെലിപ്പാഡിൽ ഈ ഗുരുവായൂരിലേക്കുള്ള യാത്രയിൽ അദ്ദേഹം ഹെലികോപ്റ്ററിൽ വന്നിറങ്ങിയപ്പോൾ അദ്ദേഹം ഈ സ്വീകരണ ചടങ്ങിന് ശേഷം ഈ സുരക്ഷാ ഉദ്യോഗസ്ഥരുമൊക്കെ മുന്നോട്ട് പോകുമ്പോൾ പെട്ടെന്ന് പിന്നോട്ട് വരികയും മുന്നോട്ടൊരു 3-4 മീറ്റർ നടന്ന് വലിയ ജനക്കൂട്ടത്തെ ഈ ശ്രീകൃഷ്ണ ഗ്രൗണ്ടിൽ കോളേജ് ഗ്രൗണ്ടിൽ തടിച്ചുകൂടിയ ജനക്കൂട്ടത്തെ ഒന്ന് കൈവീശി അഭിവാദ്യം ചെയ്തിരുന്നു. അതുപോലെ എങ്കിലും എന്തെങ്കിലും ഒരു മാത്ര ഇറങ്ങി തങ്ങളെ ഒന്ന് അഭിവാദ്യം ചെയ്യുമോ എന്നൊരു പ്രതീക്ഷ ഈ പ്രവർത്തകർക്കുണ്ട്. എന്തായാലും അത് നടക്കുമോ എന്ന്
പ്രവർത്തകർ ക്ഷമയോടുകൂടി കാത്തിരിക്കുന്ന ഒരു ദൃശ്യം കാണാൻ കഴിയും. പക്ഷേ അപ്പോഴും നേതാക്കൾ ഓർമ്മിപ്പിക്കുന്നു, ഇതൊരു രാഷ്ട്രീയമായ ചടങ്ങല്ല, അല്ലെങ്കിൽ റോഡ് ഷോ പോലെയുള്ള മറ്റു കാര്യങ്ങളൊന്നും ഈ സന്ദർശനത്തിൽ ഉൾപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹം വാഹനത്തിൽ തന്നെ ആവും ഒരുപക്ഷെ മടങ്ങിപ്പോവുക. കർശനമായ സുരക്ഷാ സന്നാഹങ്ങളുണ്ട്. ഏറെ ആളുകൾ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് സുരക്ഷയിൽ പിഴവുകൾ അല്ലെങ്കിൽ പഴുതുകൾ വരുത്താൻ സാധ്യത കുറവാണ് എന്ന് BJP നേതാക്കൾ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹം ജനങ്ങളെ അഭിവാദ്യം ചെയ്യുമോ എന്ന കാര്യം ഉറപ്പില്ല. അദ്ദേഹത്തിന്റെ ക്ഷേത്ര സന്ദർശനം അല്പസമയത്തിനകം പൂർത്തിയായി അദ്ദേഹം ഇവിടേക്ക് മടങ്ങും എന്നാണ്, അല്ലെങ്കിൽ ഇവിടെ നിന്നും വലപ്പാടേക്ക് മടങ്ങി അവിടെ നിന്നും കൊച്ചിയിലേക്ക് എത്തി കൊച്ചിയിലെ രാഷ്ട്രീയ പരിപാടികളിലും ഈ സർക്കാരിൻ്റെ വികസന പദ്ധതികളുമായി ബന്ധപ്പെട്ട പരിപാടികളിലും പങ്കെടുക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇനി ആളുകൾക്ക് കാണാൻ കഴിഞ്ഞാലും ഇല്ലെങ്കിലും നാട്ടുകാർക്കതൊരു വലിയ സന്തോഷത്തിൻ്റെ സുദിനം തന്നെയാണ് ഇന്നത്തേതെന്ന് അവരുടെ വാക്കുകളിൽ നിന്നും നേരത്തെ വ്യക്തമാണ്. കാരണം ഈ വിശ്വാസികൾക്കിടയിൽ വലിയ പ്രസിദ്ധമാണ് ക്ഷേത്രം. പ്രത്യേകിച്ചും ഈ രാമായണ കാലത്ത് കർക്കിടക മാസത്തിലൊക്കെ നാലമ്പല ദർശനം നടത്തിയാൽ അത് വലിയ പുണ്യം കൊണ്ടുവരുമെന്നാണ് വിശ്വാസികളുടെ ഒരു വിശ്വാസം. അതിന് ആനുപാതികമായി ഈ സമീപ പ്രദേശങ്ങളിൽ ശ്രീരാമൻ്റെയും ലക്ഷ്മണൻ്റെയും ഭരതൻ്റെയും ശത്രുഘ്നൻ്റെയും ഒക്കെ ക്ഷേത്രങ്ങൾ ഉണ്ട്. ആ ക്ഷേത്രങ്ങൾ കറങ്ങി ആളുകൾ ദർശിച്ച് മടങ്ങുമ്പോൾ അതൊരു വലിയ പുണ്യമായി കരുതുന്നൊരു കാലം. ആ സമയത്താണ് വിശ്വാസികൾക്കപ്പുറത്തേക്ക് മറ്റ് ആളുകളിലേക്ക് കൂടി, അല്ലെങ്കിൽ ക്ഷേത്രത്തെക്കുറിച്ച് അധികം പരിചിതമല്ലാത്ത ക്ഷേത്രത്തിൻ്റെ ചരിത്രം, വഴിപാടുകൾ, അതിൻ്റെ ആചാരങ്ങൾ, അല്ലെങ്കിൽ അതിൻ്റെ ഐതിഹ്യം എന്നിവയൊന്നും കാര്യമായി അറിയാത്ത കൂടുതൽ ആളുകളിലേക്ക് ഈ ചരിത്രം, ഐതിഹ്യം, ആചാരം, വഴിപാടുകൾ എന്നിവയൊക്കെ എത്തും എന്ന ഒരു പ്രതീക്ഷയാണ് നാട്ടുകാർക്കുള്ളത്. ഒപ്പം വികസന കാര്യങ്ങളിൽ കുറച്ചുകൂടി ഒരു നേട്ടം ഈ ക്ഷേത്രത്തിന് ഉണ്ടാകും എന്നൊരു പ്രതീക്ഷയുണ്ട്. അടിസ്ഥാന സൗകര്യ വികസന രംഗത്തും കൂടുതൽ തീർത്ഥാടകർക്കായുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്ന കാര്യത്തിലായാലും, കാരണം ഈ തീർത്ഥാടകർക്കുള്ള സൗകര്യങ്ങൾ തുലവും തുച്ഛമാണ്, അല്ലെങ്കിൽ വളരെ കുറവാണെന്നുള്ള വിമർശനങ്ങൾ, അല്ലെങ്കിൽ അങ്ങനൊരു പരാതികൾ നേരത്തെ തന്നെ ഭക്തരുടെ ഭാഗത്തു നിന്നും ഉയർന്നിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. കാരണം പുരാതനമായ കെട്ടിടങ്ങളൊക്കെയാണ്, അവ പൊളിച്ചു നീക്കിയുള്ള പുതിയ നിർമ്മാണം നടക്കില്ല. അതുകൊണ്ട് ഉള്ള സ്ഥലം വിനിയോഗിച്ച് പുതിയ പദ്ധതികൾ ഈ ഭക്തർക്കായി ഏർപ്പെടുത്തണമെന്ന ആവശ്യങ്ങളൊക്കെ ഉയർന്നിരുന്നു. പക്ഷേ പല ഘട്ടങ്ങളിലും പല പദ്ധതികളിലും കാര്യമായി ഈ ക്ഷേത്ര